ഞാൻ ഐ എം നോട്ട് എക്സ്പെക്ടിങ് വൺ നൈറ്റ് സ്റ്റാർ ഓ വൺ ഒറ്റ ദിവസം കൊണ്ട് വലിയൊരു സ്റ്റാർ അങ്ങനെ ഒന്നും ആവത്തില്ല ആരും. സീരിയസ് ആയിട്ടൊരു മനുഷ്യനാണോ ശരിക്കും വീടിനകത്ത്? 11 മണിക്ക് ശേഷം ഇതേപോലെയാണ്, സീരിയസ് ആണ്, ഡേഞ്ചറസ്. അച്ഛന്റെ അമ്മയുടെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന ഇഷ്യൂസ് അത് ശരിക്കും പറഞ്ഞ ഒരു ചൈൽഡ്ഹുഡിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ? ഏത് ചൈൽഡിനും ദേ ഫേസ് ദ സെയിം പ്രോബ്ലം. ഈ സെപ്പറേഷൻ നല്ലതല്ലല്ലോ, എന്തായാലും പ്രശ്നം ഉണ്ടാവും, എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലും പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഡിസ്കഷൻ രണ്ടുപേരുടെ ആയാലും, പക്ഷെ ഡിസിഷൻ അമ്മയാണ്. രണ്ടിൻ്റെ മിക്സാണ്. ഞാൻ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇത്ര വില്ലനിസം വേണോ? രണ്ടും കൽപ്പിച്ചുള്ള വരവാണല്ലേ. കഷ്ടപ്പാടാണ് മോനെ, കഷ്ടപ്പാടാണ്. അവൻ കഴിഞ്ഞ പ്രാവശ്യം മീറ്റ് ചെയ്തപ്പോഴും പ്രണവ് പറഞ്ഞു, നീ നിന്റെ അഭിനയിക്കാൻ എന്താണ് പ്ലാൻ? സുമതിയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ടെന്ന് ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ലായിരുന്നു. സർപ്രൈസ് ആയിട്ട് ഈ ഇടയ്ക്കാണ് മമ്മി ഐ തിങ്ക് ആൻറ്റിയുടെ അടുത്തും ലാലങ്ങളുടെ അടുത്തും എൻ്റെ അടുത്തും പറഞ്ഞത്. അച്ഛൻ്റെ ഉണ്ടാക്കുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ കുറെ വോള്യൂംസ് ആണ് അതിനകത്ത്. അതിൻ്റെ ഇടയിൽ കുറെ കയറ്റുമല്ലോ അച്ഛൻ. വണ്ടിപ്രാന്തനാണോ? ഈ വണ്ടി വേണം. ഞാൻ ഭയങ്കര വണ്ടി ഭ്രാന്തനാണ് ആക്ച്വലി. ഭ്രാന്തൊന്നല്ല കേട്ടോ, ഒത്തില്ലെന്നല്ല, ഓക്കെ ആവും. ഒത്തില്ല തന്നെ ട്രെൻഡാണ്. ഒത്തില്ല പ്രണയം ഉണ്ടായിട്ടില്ല? ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. അല്ല ഒരുപാടുണ്ടല്ലോ, ഒരുപാടൊന്നുമില്ല. ഒബ്വിയസ്ലി ലൈഫ് അല്ലേ. പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഉണ്ടോ? നീ വിടില്ലടേ. മാരേജ് ലൈഫ് എങ്ങനെയാണ് സമാധാനമായിട്ടിരുന്നാ മതി. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. Love and revenge. ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി. വെൽക്കം. മൂവി വേൾഡ് മീഡിയയിൽ ഇന്നുള്ളത് ശ്രാവൺ സരിത മുകേഷ് ആണ്. സ്വാഗതം. നമസ്കാരം, എല്ലാവരും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വലിയ നമ്മൾ കാണുന്നത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളതിന് മുന്നേ കുറെ തവണയൊക്കെ പ്ലാൻ ചെയ്തിട്ടും ഇപ്പോഴാണ് നമുക്കൊരു കൃത്യസമയം ഒത്തു വന്നത്. 6 വർഷമായില്ലേ? അല്ല, അതിനിടയ്ക്ക് നമ്മൾ കണ്ടു, പക്ഷെ കാര്യമായിട്ട് ഇരിക്കുന്നത് 6-7 വർഷമായി. അതെ. ഇപ്പൊ എനിക്കൊരു ശ്രാവൺ മുകേഷ് 2.0 എന്നൊക്കെയാണ് പറയാം. അത് ഇപ്പൊ പടം ഇറങ്ങി, സുമതി വളവ്. അതെ. വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഒരു തിരിച്ചുവരവ് വരുന്നത്. ആദ്യ സിനിമ ഒരു വർക്കാവാതെ പോകുന്ന ഒരു നായകനെ സംബന്ധിച്ച് ഒരുപാട് അയാൾക്ക് പഴി ചാരേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു ആക്ടറും കൂടെ ആകുമ്പോൾ അല്ലെങ്കിൽ ആക്ട്രസും കൂടെ ആകുമ്പോൾ ഫഹദ് ഫാസിലിനെ തന്നെ നമുക്ക് മുമ്പിൽ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എഴുതി തള്ളിയിട്ടുണ്ട് ആളുകൾ. ഓനെ കൊണ്ടൊന്നും പറ്റൂല സാറേ എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളിയെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് എഴുതി തള്ളിയ ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യ സിനിമയ്ക്ക് ശേഷം ശ്രാവണാണെന്നുണ്ടെങ്കിൽ വിമർശനങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഒന്നും അത്രയും വന്ന് ആൾക്കാർ അത്രയും യൂസ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവും. ഈ ഹാർഡ് ഫേസ് അത് എങ്ങനെയാണ് ഓവർകം ചെയ്തിരുന്നത്? എങ്ങനെയാണ്? ഒന്ന് നീ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അത്ര ഇല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഭാഗ്യം അത്രയും ഫേസ് ചെയ്യാൻ വന്നിട്ടില്ല. പക്ഷേ ഓഫ്കോഴ്സ് എനിക്കൊരു ബിഗ് ഡൈവേർഷൻ ആയിരുന്നു മെഡിസിൻ. ഐ ഫോക്കസ്ഡ് ഓൺ ദാറ്റ് പാത്ത് വേ. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു എനിക്ക് ഇതൊന്നും ഫേസ് ചെയ്യാതിരിക്കാനും. കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ റാസൽ ഗമയിലുമാണ്. അവിടെ കിട്ടുന്നില്ല. നമ്മുടെ പടം ഇറങ്ങിയത് പോലും ഇല്ല ഈ റാസൽ ഗമയിലും UAE-ലൊന്നും. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല, അത്ര ആൾക്കാരൊന്നും അറിഞ്ഞില്ല. പിന്നെ കണ്ടിന്യൂസ് ഡോക്ടർ ശ്രാവണായി, കണ്ടിന്യൂസ് ആയിട്ട് ആ ലെവലിലൊന്ന് പിടിച്ച് പോയി. ഞാൻ ഇന്ന് ഓർക്കണം, ഞാൻ ഒരു ദിവസം മുകേഷ് സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ആ സമയത്ത് സാറ് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, എൻ്റെ മകൻ നന്നായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ആളുകൾ പലരും അവനെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. ഇത്രയും കുറ്റം പറഞ്ഞാൽ എന്ത് തെറ്റാണ് എൻ്റെ മോനിൽ ചെയ്തത്. അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ഓർക്കണമെന്ന് അറിയില്ല, ഒരു ഫോൺ കോൺവെർസേഷനല്ല സംസാരിച്ചേ. അങ്ങനെ അച്ഛൻ പറഞ്ഞു എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തുള്ള സമയം അപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ അവനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഈ ഒരു ഹാർഡ് ഫേസ് വരുമ്പോൾ അച്ഛൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പം ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ട സമയത്ത് അച്ഛൻ വീണ്ടും നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞൊരു കോൾ വന്നിട്ടില്ലേ? പിന്നെ അച്ഛൻ എപ്പോഴും സപ്പോർട്ടീവ് ആണ് ഈ അഭിനയിക്കാൻ വേണ്ടി. അമ്മയാണ് മെഡിസിൻ എന്നൊക്കെ പറയുന്നത്, പക്ഷെ അച്ഛൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇങ്ങനെ വാടാ നമുക്ക് നോക്കാം, വാ എന്നു പിന്നെ വിളിക്കുമ്പോൾ കേൾക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയും ഇടയ്ക്കൊക്കെ. അപ്പം ഇപ്പം കറക്റ്റായിട്ട് അച്ഛൻ പറഞ്ഞ്, മോനെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും, നല്ലതാണ്, ചാൻസ് ഒക്കെ കിട്ടും, കമോൺ ലെറ്റ്സ് ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രോത്സാഹിപ്പിച്ച് വിട്ടു വന്നത്. ഈ ഡോക്ടറാണ് എനിക്കറിയാം. ഞാനിപ്പോഴും കാണുന്ന വാട്സപ്പ് സ്റ്റാറ്റസിൽ ഈ MBBS ബാക്ക്ഗ്രൗണ്ടിനേക്കാൾ ഉപരി വണ്ടികളുടെ ഒരു സ്റ്റാറ്റസിലാണ് ഞാൻ ഇന്നുവരെ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ വാഹന പ്രേമമൊക്കെ എന്താണ്? വണ്ടിപ്രാന്തരാണോ? വളരെ
വളരെ വലിയ ഞാൻ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ സ്റ്റാറ്റസിൽ, വേറെ ഒന്നും കൂടുതലായിട്ട് വേറെ ഒന്നും കാണാറില്ല. കാരണം മെഡിസിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ എം എൻ എമർജൻസി ഫിസിഷ്യൻ, അപ്പം ഭയങ്കര സ്ട്രെസ്ഫുൾ ജോബാണ്. എനിക്ക് ഏറ്റവും റിലീവ് ചെയ്യാൻ പറ്റുന്നത് വണ്ടികളും ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം എനിക്ക് പറ്റുന്ന ഇപ്പോൾ വെൻ ഐ എം വർക്കിംഗ് എനിക്ക് കണ്ടിന്യൂസ് ഷിഫ്റ്റൊക്കെ ആണെങ്കിൽ കുറച്ചെങ്കിലും കാശൊക്കെ കുറച്ചൊന്ന് സേവ് ചെയ്താൽ ഈ വണ്ടി വേണം. ഞാൻ ഭയങ്കര വണ്ടി ഭ്രാന്തനാണ് ആക്ച്വലി. എനിക്ക് ഏറ്റവും ചിൽ ടൈം എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്ത് ഡ്രൈവിന് പോവാം, ലോങ് ഡ്രൈവിന്. ഓ അങ്ങനെയാണ്. അങ്ങനത്തെ ഭയങ്കര റിലാക്സിങ് ആണ് എനിക്ക് ഡ്രൈവിങ്ങും എല്ലാം. അത്ര ഇഷ്ടമാണ് വണ്ടിക്ക്, അതുകൊണ്ടാണ് സ്റ്റാറ്റസിലൊക്കെ ഞാൻ ഓർമ്മ ഇത്രയും വണ്ടി ഞാൻ കേട്ടില്ലാത്ത വണ്ടികളിലൊക്കെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട് ഇന്ത്യയിലില്ലാത്ത വണ്ടികളുടെയൊക്കെ. അത് ഒരെണ്ണം വേണമെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ആ വാൾപേപ്പറൊക്കെ ആക്കും, എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ഇതൊക്കെ ആക്കും ആ വണ്ടി തന്നെ. അങ്ങനെ ഫോക്കസ് ചെയ്ത് ഒക്കെ ജോലിക്ക് പോയി തിരിച്ച് വന്ന് വീണ്ടും ഫോക്കസ് ചെയ്ത് അങ്ങനെയാണ് ഐ ബിലീവ് അങ്ങനെ കിട്ടുന്ന. ഈ സ്റ്റാർക്കിഡ് ഒരു വണ്ടി മേടിക്കാൻ വലിയ പാടൊന്നുമില്ല, പക്ഷെ അവനവന്റെ കാശ് വേണ്ടി മേടിക്കാന്നുള്ള ഒരു വളരെ പാടാണ്. ആ ഒരു ഈഗോ ഉണ്ടോ? ഈഗോ ഇല്ല, നമുക്കൊരു സന്തോഷമാണ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കി മേടിക്കുന്ന പറഞ്ഞാൽ സംതിങ് ഡിഫറെൻറ്റ്. അല്ലാതെ ഇപ്പം പ്രത്യേകിച്ച് അച്ഛൻ്റെ കയ്യിലെ കാശുണ്ടല്ലോ എന്നാൽ പിന്നെ അച്ഛൻ മേടിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഒന്നല്ലല്ലോ. ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. നമ്മൾ ജോലി ചെയ്ത് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് മേടിക്കുമ്പോൾ ഒരു നല്ല ഫീലാണ് അത്. പ്രത്യേകിച്ച് അങ്ങനെ ഓടിക്കുമ്പോഴും അതേപോലത്തെ കാസൊക്കെ ഐ മീൻ ടു സ്പോർട്സ് കാർസ് മോസ്റ്റ്ലി. അപ്പം അങ്ങനത്തെ ഒരു സ്ട്രെസ് ഫ്രീ ആണ് കാറും ഡ്രൈവിങ്ങും. ഈ ഡ്രൈവിങ്ങും കാറെന്ന് പറയുമ്പോൾ സ്പോർട്സ് കാർ എന്ന് പറഞ്ഞപ്പോൾ ഈ യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. അത് ചിലർക്ക് കാർ ക്രൈസ് ഉണ്ട്, പക്ഷെ അവർ യാത്ര പോകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. വീട്ടിലിട്ടേക്കുക, എടുത്തിട്ട് ചായ കുടിക്കാൻ പോവുക, തിരിച്ചു വരാം. ഈ ഒരു ക്രൈസുള്ള കാർ വണ്ടി ഭ്രാന്തന്മാരുണ്ട് നമുക്ക്. അത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന രീതിയാണ്. എങ്ങനെയാണ് അത്? ഞാൻ മിക്സാണ് ആക്ച്വലി. യാത്രകളും ഇഷ്ടമാണ്, എന്നാലും വീട്ടിൽ പാർക്ക് ചെയ്തിട്ട് രാവിലെ വന്ന് ഒന്ന് വാഷ് ചെയ്ത് കാണാനും അതിൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കാനും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാനും അതും എനിക്കിഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും ഞാൻ വണ്ടി മേടിച്ച് പിന്നീട് ഞാൻ വിൽക്കുമ്പോൾ അത് മേടിക്കാൻ വേണ്ടി ആൾക്കാർ വരും. കാരണം അത്രയും നല്ലതായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അയ്യോ അത് ശരിയാക്കണം, ചൂടത്തൊന്നും ഞാൻ പാർക്ക് ചെയ്യത്തില്ല, ഇങ്ങനെയൊക്കെ അത്രയും ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത് വണ്ടികളിനൊക്കെ. അതുകൊണ്ട് അങ്ങനത്തെയാണ്, മിക്സാണ്. ഐ ലവ് ടു ഡ്രൈവ്, എന്നാൽ റാഷ് ഇങ്ങനത്തെ ഒന്നല്ല. അത് ഫൈൻ കിട്ടുമ്പോൾ മനസ്സിലാവും, നിർത്തും. ഓട്ടോക്കകത്ത് സുന്ദരി എന്ന് പറഞ്ഞ ഓട്ടോയോട് സംസാരിക്കുന്ന ലാലേട്ടനെയൊക്കെയാണ് ഓർമ്മ വന്നത്. അതെ സത്യം, എനിക്ക് കുറെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. എടാ സോറിടാ ഇത്രയും ഫാസ്റ്റായിട്ട്, അല്ലെങ്കിൽ ഇത്രയും ഇഞ്ചിനൊക്കെ ഹീറ്റ് ആകുമ്പോഴേ സോറി ഫുൾ ചെയ്യാം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതുവരെ വണ്ടി യുനോ നിർത്തേണ്ട വന്നിട്ടില്ല. മീൻസ് പ്രോബ്ലമായിട്ട് ഹൈവേയിലോ സ്റ്റക്കായിട്ടൊന്നും ആയിട്ടില്ല. അല്ല അങ്ങനെ വണ്ടിയോട് സംസാരിക്കുമോ? ഇങ്ങനെയൊക്കെ ഭ്രാന്തൊന്നല്ല കേട്ടോ, അങ്ങനൊന്നല്ല. ജസ്റ്റ് യഥാർത്ഥ വണ്ടി ഭ്രാന്തെന്നൊക്കെ മനസ്സിലാവും. അത്രയും പാഷനറ്റ് ആണ്. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യ സിനിമകളിൽ അഭിനയിക്കുന്നു, അന്നും വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു, നമ്മൾ ട്രിവാൻഡ്രത്ത് വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. ഗ്യാപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമയിൽ അഭിനയിക്കുന്നു. ഇതും അതിനിടയ്ക്ക് കുറച്ചധികം വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുന്നു. ഇത് ഓഡിഷൻ വഴിയാണ് വന്നത്. പിന്നീട് നമ്മളൊരു സെറ്റിലേക്ക് വന്ന് ഫസ്റ്റ് ഷോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഫസ്റ്റ് ഷോട്ട് ഇപ്പോൾ ഒരു ആക്ഷൻ കേൾക്കുന്ന സമയത്ത് മനസ്സിൽ കൂടെ പോകുന്ന ഒരു മൊമെൻ്റ് എന്തൊക്കെയായിരുന്നു? അതല്ലെന്നുണ്ടെങ്കിൽ ആദ്യ സിനിമയിലെ അഭിനയം ഇത്ര വർഷത്തെ ഗ്യാപ്പിന് ശേഷം രണ്ടാമത് വീണ്ടും പുതിയതായിട്ട് തന്നെ ഒരു റീലോഞ്ച് ചെയ്യപ്പെടുന്നു. ആ ഒരു സമ്മിശ്ര എന്താണ് ഫീലിങ്സ് എന്തൊക്കെയായിരുന്നു? അല്ല, ആദ്യം അഭിനയിക്കുന്ന പടത്തിൽ നീ ഉണ്ടായിരുന്നല്ലോ. അതാ ഞാൻ പറഞ്ഞു, നമ്മളന്ന് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ അത് ഐ ഫീൽ നൗ എനിക്ക് കുറച്ചും കൂടി അറിയാം സിനിമയെ പറ്റി, കുറച്ചും കൂടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിങ്ങിനെ പറ്റി, ഹൗ ടു ബിഹൈൻഡ് ദ ക്യാമറ ഓൾസോ ഐ എം സ്റ്റിൽ ലേണിംഗ് എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോഴെന്ന് പറഞ്ഞാൽ ഫ്രഷാണ്, എനിക്ക് അത്രയൊന്നും അറിഞ്ഞൂടാ. നിനക്കറിയാം നമ്മൾ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി ഐ ഫീൽ ലിറ്റിൽ ബിറ്റ് മോർ ഐ എം എഡ്യൂക്കേറ്റഡ് ഇൻ ദിസ് ഫീൽഡ്. അത് എനിക്കത് വേണമായിരുന്നു. ചുമ്മാ കയറി വെൻ യു സ്റ്റാർട്ട് സംതിങ് ബാക്ക്ഗ്രൗണ്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യും. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് ദിസ് ടൈം. അങ്ങനെ ദൈവദിനം കൊണ്ട് എനിക്കൊരു നല്ലൊരു ഓപ്ഷനും കിട്ടി. സുമതി വളവ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ വലിയ കാസ്റ്റാണ് ഇതിനകത്ത്, കുറേ പേരുണ്ട്, എല്ലാവരും എക്സ്പീരിയൻസ്ഡ് കാസ്റ്റാണ്. ആക്ച്വലി ഞാൻ യങ്ങസ്റ്റ് കാസ്റ്റാണ് ഈ ആക്ടിങ് ഫീൽഡിൽ, യങ്ങസ്റ്റ് ആക്ടറാണ് ഇതിനകത്ത്. പക്ഷേ ഐ എം വെരി ഹാപ്പി ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് താങ്ക്സ് ടു അഭിലാഷ് ഏട്ടൻ, വിഷ്ണു. പിന്നെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കംഫർട്ടബിളായിട്ട് ആക്കാൻ വേണ്ടി അർജുനുണ്ട്, ബാലു ഉണ്ട്, ഗോകുലുണ്ട്. ഇപ്പോൾ ഒരു ബോയ്സ് ഗ്യാങ് പോലെയായിരുന്നു, നല്ല ഫാമിലി ടൈം ആയിരുന്നു. അപ്പം കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്.
ദാറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുകൊണ്ട് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഇതൊക്കെ ആക്ഷനൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് അത്രയും ടെൻഷൻ ഇല്ല. കാരണം ഇവരൊക്കെ ഉണ്ട്, എടാ നീ ഇങ്ങനെ ചെയ്യടാ അതെങ്ങനെ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എടാപ്പോടാ ബന്ധമായി ഫസ്റ്റ് ഡേ തൊട്ട്. അപ്പം ഇറ്റ് വാസ് ഓക്കെ, കംഫർട്ടബിൾ ആയിരുന്നു. ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു മൊമെന്റ് എപ്പോഴും ഭയങ്കര ഒരു പ്രഷ്യസ് ആണ്. ഇപ്പോഴാണ് വീണ്ടും അത് വലിയ ലൈവായിലേക്ക് വന്നത്. ഈ 2-3 വർഷത്തിനിടയ്ക്ക് ശേഷമാണ് ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും മീഡിയ വരുന്നു, വളയുന്നു, അഭിപ്രായങ്ങൾ ചോദിക്കുന്നു, അപ്പം തന്നെ നമുക്ക് റെസ്പോൺസ് അറിയാൻ പറ്റുന്നു. ആ സമയത്തൊന്നും അങ്ങനെ ഇല്ല. ഇപ്പം അതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ? അതൊക്കെ എനിക്കൊരു വീഡിയോകളിൽ മാത്രമാണ് ആ സാധനം കണ്ടിട്ടുള്ളൂ, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇല്ല, അത് ആസ് ഇറ്റ് ഗോസ് അത് കുറച്ചും കൂടി ബെറ്റർ ആണ്. നമുക്ക് ഈ ഏർലി ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ കുറേ കൂടി ഇൻ ഡെപ്ത് ആയിട്ട് റിവ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പം വി ക്യാൻ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. അത് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അല്ലോ ഇങ്ങനെയും ആക്ട് ചെയ്യാൻ പറ്റുമല്ലോ, ഇതൊക്കെ കുറേ റിവ്യൂവേഴ്സിന് കയ്യിൽ നിന്നാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. സോ ഇറ്റ്സ് സംതിങ് ബെറ്റർ ദാൻ ബിഫോർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊക്കെ ഉണ്ടല്ലോ റിവ്യൂസ് പറയാനും, വേറെ എന്ത് വേണം. ഇപ്പൊ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചപ്പോൾ ഇപ്പൊ ഗോകുലുണ്ട്, അർജുനുണ്ട്, ബാലു ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഒരു ചെറുപ്പത്തിലൊക്കെ ഇപ്പൊ ഗോകുലായിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അർജുനായിട്ടാണെന്നുണ്ടെങ്കിൽ അർജുനായിട്ട് എത്ര ഉണ്ടെന്ന് പറയാം. ഇപ്പൊ ഗോകുല്, ഇപ്പം പ്രണവ്, വിനീത്, ധ്യാന്, നിങ്ങളെയൊക്കെ ഒരു അച്ഛന്മാരെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരുപാട് സിനിമകളിൽ തുടർച്ചയായി വർക്ക് ചെയ്തിരുന്ന ആളുകളാണ്. അപ്പൊ ഈ ആ ഒരു ഗ്യാങ്ങിലുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്ട് ഒക്കെ എങ്ങനെയാണ്? പ്രണവും ഞാനും സിൻസ് ചൈൽഡ്ഹുഡ് ക്ലോസ് ആണ്. വി യൂസ് ടു ട്രാവൽ ടുഗെദർ ആൻഡ് ഓൾ, ഫാമിലീസ് വൈസ്. പിന്നെ ധ്യാനും വിനീത് ഏട്ടൻ്റെ കൂടെയൊക്കെ ഫാമിലി ആയിട്ട് ട്രാവലിംഗ് ഒരുമിച്ചായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു, പിന്നെ ഈസ് ഓൾസോ ബിസി വർക്കിംഗ്, ഞാൻ പിന്നെ വേറെ ഫീൽഡിലായി. അപ്പോൾ അങ്ങനത്തെ ഒരു ടച്ച് വെക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഹിയർ ആൻഡ് ദർ വി യൂസ് ടു ടെക്സ്റ്റ്, വി ടോക്ക്. അവൻ കഴിഞ്ഞ പ്രാവശ്യം മീറ്റ് ചെയ്തപ്പോഴും പ്രണവ് പറഞ്ഞ്, നീ നിൻ്റെ അഭിനയിക്കാൻ എന്താണ് പ്ലാൻ, തിരിച്ചു വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. അവനും സജസ്റ്റ് ചെയ്തു, അവനും കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞു തന്നു എനിക്ക് വേണ്ടി. അപ്പം അങ്ങനെ ഉണ്ട്. പിന്നെ ഗോകുലിനെ എനിക്കറിയാം. ഗോകുലിന് ആക്ച്വലി ഈ പടത്തിൽ എനിക്ക് ഗോകുലിൻ്റെ ആയിരുന്നു ഫസ്റ്റ് അറിയാവുന്നത് ബിഫോർ ജോയിനിങ്. എനിക്ക് അവനെ സൗഹൃദം ഉണ്ടായിരുന്നു മുമ്പായിട്ട്. പിന്നീടാണ് അവനും പറയും, അവനും കുറേ ചേട്ടാ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, ചേട്ടാ ഇത് നല്ലതായിരിക്കും, അങ്ങനെ അവനും സജസ്റ്റ് ചെയ്യുന്നുണ്ട് കുറേ. എല്ലാത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എടുക്കും, ഇവിടെയൊക്കെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരല്ലേ ഇപ്പം. സോ അങ്ങനെയാണ്. ഈ പ്രണവ് അഭിനയിക്കാൻ വിളിക്കുന്ന നീ ആദ്യം യാത്ര എടുത്ത് അഭിനയിക്കാൻ ഞാൻ കാണുമ്പോഴൊക്കെ അവൻ വർഷത്തിലൊരിക്കലെങ്കിലും നീ ആദ്യം അഭിനയിക്കുക, എന്നിട്ട് എന്നെ വിളിക്കുക. അവനും അഭിനയിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. ഒരു അങ്ങനെ എന്തെങ്കിലും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഐ മീൻ യാത്രകളെ നിങ്ങൾ രണ്ടുപേരും വണ്ടി, ഐ മീൻ ബ്രോ വണ്ടി, അദ്ദേഹം യാത്ര, അങ്ങനെ പല ക്രൈസുകളും ഉള്ളതാണല്ലോ. ഈ ടോപ്പിക്സ് ഒക്കെ എങ്ങനെയാണ് ചർച്ചകൾ വരുമ്പം? ഇതുപോലെ തന്നെ ഈ വണ്ടിയിൽ യാത്ര എങ്ങനെ പോകുന്നു, അത് അവൻ സജസ്റ്റ് ചെയ്യും. ഈ സ്ഥലം പോവും, ഇത് നല്ലതാണ്, ഇത് നല്ലതാണ്, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ പടത്തിൽ അത്രയും സംസാരമായിട്ടില്ല, അബൌട്ട് ഫിലിംസ് അത്രയും ഇല്ല. പക്ഷെ മോർലി ലൈക്ക് ലൈഫ് സ്റ്റൈൽ, ഇവിടെ ഈ ട്രാവൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം ഈ യൂസ് ടു ടെൽ ലോട്ട് ഓഫ് തിങ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മെഡിസിൻ എങ്ങനെയൊക്കെ ഉണ്ട്, ഹോസ്പിറ്റൽ ലൈഫും, അതൊക്കെ ഞാനും കുറേ സംസാരിക്കാറുണ്ട്. ആക്ച്വലി സുച്ചി ആൻറ്റി, പ്രണവിൻ്റെ അമ്മ സുച്ചി ആൻറ്റി ആയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി ക്ലോസ്. മമ്മിയും സുച്ചി ആൻറ്റി എപ്പോഴും കാണും മൊബൈലൊക്കെ. അപ്പം അങ്ങനെ മീറ്റ് ചെയ്ത് ഞാനിങ്ങനെ ഹോസ്പിറ്റൽ കഥകൾ, ജോക്സ് ഇങ്ങനെയൊക്കെ ഞാൻ കുറേ പറയും സുച്ചി ആൻറ്റിക്കും മമ്മിയുടെ അടുത്തൊക്കെ. സോ ദേ ലൈക്ക് ടു ഹിയർ ഓൾ ദാറ്റ്. ഈ ഒരു സിനിമാ പാരമ്പര്യമുള്ള കുടുംബം എന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ, അച്ഛൻ, ഇപ്പം കസിൻസ് എല്ലാവരും, എനിക്ക് തോന്നുന്നു ഏറ്റവും യങ്ങർ ജനറേഷൻ വരുന്നത് ശ്രാവണും ദർശനവുമാണ്. ഏറ്റവും യങ്ങർ ജനറേഷൻ നിങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഇപ്പം ഈ 2-3 ജനറേഷനിലായിട്ട് അഭിനയിച്ച് പല തലങ്ങളിലെത്തിയ ഫാമിലിയിൽ നിന്നാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത്. അപ്പം ഇത് ഞാൻ ദർശൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അത് ശരിക്കും ഭയങ്കര ഒരു ടെൻഷനല്ലേ, ഭീകര ടെൻഷനല്ലേ? ടെൻഷനാണ് ഇപ്പൊ, ടെൻഷൻ കൂടുതൽ. കാരണം നിങ്ങളൊക്കെ കമ്പയർ ചെയ്യുമല്ലേ, അച്ഛൻ ഇങ്ങനെ, അമ്മ ഇങ്ങനെ, മോൻ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് വേണം, അല്ലെങ്കിൽ ടെൻഷൻ കൂടുന്നത്. നമുക്ക് അത്രയും ടെൻഷനൊന്നുമില്ല. നമ്മൾ യുണീക്കായിട്ട് ചെയ്യണം, നമ്മൾ 100% എഫേർട്ട് വെച്ചിട്ട് ചെയ്യണം. പിന്നെ ബാക്കി ദൈവത്തിൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലുമാണ്, അത്രേ ഉള്ളൂ. പക്ഷേ സജഷൻസ് ഹെൽപ്പ് ചെയ്യും. മമ്മി അച്ഛനും കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും, ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ്, ഇത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ അവരുടെ സജഷൻസ് ഒക്കെ എടുത്തിട്ട് ഐ എം ട്രൈങ് ടു ഇംപ്ലിമെൻറ്റ്. കുഴപ്പമില്ലാതെ പോസിറ്റീവ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പടം കണ്ടിട്ട് പറയും, ഞാൻ ഭദ്രനാണ് എൻ്റെ ക്യാരക്ടറുടെ പേര്, സുമതി വളവിലെ. സോ എല്ലാവരും കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണോ. എന്ത് ക്യാരക്ടർ, പോസിറ്റീവാണോ നെഗറ്റീവാണോ, എന്താണ് ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ക്യാരക്ടർ ഞാൻ വില്ലനാണ്, പിന്നെ നെഗറ്റീവ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. സാധാരണ അങ്ങനെയാണല്ലോ.
പക്ഷേ ഒരു നല്ല റോളാണ്, എനിക്ക് നല്ലൊരു ഓപ്പണിങ് കിട്ടി. സോ ഐ ബിലീവ് ഡയറക്ടറിന് എല്ലാവർക്കും സന്തോഷമാണ് നമ്മുടെ. അപ്പം നിങ്ങളും കൂടി ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നല്ലതായിരിക്കും അടുത്ത പടങ്ങളൊക്കെ കിട്ടാൻ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരട്ടെ. ശരിക്കും ഒരു 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 ക്യാരക്ടർ, ഒരു എയിം എന്താണ് ശരിക്കും? നായകനാവുക എന്നുള്ളതാണോ, ക്യാരക്ടർ റോളാണോ, അത് അച്ഛൻ പോയ പോലെ അതേ പാത്തിൽ തന്നെ പോവുക എന്നുള്ളതാണോ? എങ്ങനെയാണ് ഒരു അഭിനയത്തിലേക്ക് കരിയറിലൊരു എയിം എന്താണ്? ഞാൻ റോൾസ് പ്രത്യേകിച്ച് അങ്ങനെ അല്ല, ഗുഡ് ആക്ടിങ് സ്പേസ് വേണം. ഐ എം എൻ ആക്ടർ എന്നാണ്. അപ്പോൾ അച്ഛനും അമ്മയും അങ്ങനെയാണ് പറയുന്നത്. റോൾ പ്രിഫറൻസിൽ ചിലപ്പം ഹീറോ റോളായിരിക്കും, പക്ഷെ അത്രയും ഉണ്ടാവില്ല, സ്പേസ് ഉണ്ടാവത്തില്ല കുറെ കൂടി ടു ഷോ. ചിലപ്പം നോർമൽ ക്യാരക്ടറായിരിക്കും ഏറ്റവും കൂടുതൽ പോർട്രേ ചെയ്യുന്നത്. അപ്പം ഐ എം മോർ ഓഫ് ദാറ്റ് കൈൻഡ്. ഐ എം മോർ ഓഫ് എന്താണ്, ഹൗ മച്ച് സ്പേസ്, ഹൗ മച്ച് ഐ ക്യാൻ ഇമോട്ട്, ഹൗ മച്ച് ഐ ക്യാൻ ഷോ മൈ ടാലൻറ്റ്, അതാണ് എനിക്ക് വലുത്. സോ ഹീറോ വേണം അങ്ങനത്തെ ഒന്നും ഞാൻ ഐ എം നോട്ട് ഗോയിങ് ഫോർ ദാറ്റ് ഡ്രീം. പക്ഷേ നല്ല ഒരു പവർഫുൾ റോളൊക്കെ ആണെങ്കിൽ, ഇഫ് ഐ എം കേപ്പബിൾ ആൻഡ് ഇഫ് യു തിങ്ക്, ഇഫ് ദ ഡയറക്ടർ തിങ്സ് ഐ എം കേപ്പബിൾ, വൈ നോട്ട്. ഈ ഒരു രണ്ടും കൽപ്പിച്ചുള്ള വരവാണല്ലേ? കഷ്ടപ്പാടാണ് മോനെ, കഷ്ടപ്പാടാണ്. സ്റ്റെത്തെടുക്കുന്നതിനോടൊപ്പം ഞാൻ ലൈറ്റ് അടിച്ചുകൊണ്ട് ക്യാമറ മുമ്പിൽ നിൽക്കുന്നതാണ്. രണ്ടും ഭയങ്കര കഷ്ടപ്പാടാണ്. അതെന്ന് പറഞ്ഞാൽ അതെന്റെ പ്രൊഫഷനാണ്, ഇത് പാഷനാണ്. ഇപ്പം രണ്ടും. അപ്പം അമ്മ അതാ പറയുന്നത്, ബാലൻസ് ബോത്ത്, അതർവൈസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണ് രണ്ടും ബാലൻസ് ചെയ്ത് പോകാന്നുള്ളത്? പ്രത്യേകിച്ച് ഡോക്ടറിന്റെ ഒരു പ്രൊഫഷൻ വന്നു കഴിയുമ്പോൾ, അതായത് ഒരു 9 to 5 ജോബ് ഓക്കെ ആണ്, പക്ഷെ ബട്ട് സ്റ്റിൽ അത് എത്രത്തോളം ബാലൻസിങ് ചെയ്യാൻ പറ്റും? 9 to 5 ജോബൊക്കെ പണ്ട്, ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ഷിഫ്റ്റാണ്, നൈറ്റ് ഈവനിങ് എല്ലാം ഉണ്ട്. പക്ഷേ എന്തെന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊന്ന് ടൈം ഓഫ് എടുക്കണം എന്ന് വിചാരിച്ചു. ഗുഡ് ടു റിലാക്സ് ആൻഡ് ഐ എം ബ്ലെസ്ഡ് ആക്ച്വലി ടു ഗെറ്റ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. ഒന്ന് പാഷനും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എനിക്ക്. ആൻഡ് അത് പക്ഷേ ബാലൻസിങ് നമ്മുടെ കയ്യിലാണല്ലോ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, നമ്മളത് ചെയ്യണം. അത് ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്. ഞാനത് നിർത്തിയിട്ട് ഇതൊന്നും ഞാൻ ചെയ്യത്തില്ല, അതും ഹാൻഡ് ഇൻ ഹാൻഡ് പോകണം. പക്ഷേ ഒരു സിനിമയുടെ തിരക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അത് എത്രത്തോളം അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വെച്ച് നമുക്ക് ജോലി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അത് ആ ഒരു ഡേറ്റ്സ് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഐ ക്യാൻ ഗോ ബാക്ക് ടു പ്രാക്ടീസ് അഗൈൻ, കം ബാക്ക്, അങ്ങനെയൊക്കെ. ഓ അങ്ങനെ എന്ന് വിചാരിക്കുന്നു. അറിഞ്ഞൂടാ, നോക്കാം, ട്രൈ ചെയ്യാം, എന്ത് ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ട്രൈ ചെയ്യണം, എല്ലാം ട്രൈ ചെയ്യണം. ഇന്നസെന്റ് സാർ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, എനിക്കും മുകേഷിനും ഒക്കെ എന്തും ആരുടെടുത്തും പറയാനും കഥകൾ മെനയാനുള്ള സ്വാതന്ത്ര്യം മലയാളി തന്നിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരുടെ രണ്ടുപേരും ഒരുപാട് കഥ, ഇല്ലാത്ത കഥകളായിരിക്കും മിക്കതുവരെ പറയണത്. ഭയങ്കര രസകരമായിട്ട് കഥ പറഞ്ഞ് നമ്മൾ ഇരുത്തിക്കളയും. ഈ അച്ഛൻ്റെ കഥകൾ എപ്പോഴെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ, തന്നിട്ടുണ്ടോ, തമാശക്കെങ്കിലും? എന്റെ പറ്റിയോ? അല്ല, ഏതെങ്കിലുമൊക്കെ ഒരു കഥ അച്ഛൻ പറഞ്ഞത് തിരിച്ച് പണി തരാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു ഫണ്ണായിട്ട് എപ്പോഴെങ്കിലും ലൈഫിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അല്ല, അച്ഛൻ്റെ കഥകൾ അറിയാമല്ലോ. ഒരു എന്താ പറയുന്ന, ഇത്രയേ നടന്നിട്ടുള്ളൂ. അതായത് ഒരു ചെറിയ ഒരു സ്റ്റോറി മാത്രമേ ഉള്ളൂ. പക്ഷെ അച്ഛൻ്റെ ഉണ്ടാക്കുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ കുറേ വോള്യൂംസ് ആണ് അതിനകത്ത്. അതിൻ്റെ ഇടയിൽ കുറേ കയറ്റുമല്ലോ അച്ഛൻ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെനിഫിറ്റഡ് ആയിരിക്കും എനിക്ക്. അങ്ങനെ കുറേ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ കുറേ ഇട്ട് കൊടുക്കും അച്ഛന്. ചിലപ്പോഴൊക്കെ ഒത്തില്ലെന്നല്ല, ചിലപ്പോഴൊക്കെ ഓക്കെ ആവും. ഓക്കെ, ഒത്തില്ല തന്നെ ട്രെൻഡാണ്. ഒത്തില്ല പുള്ളി അങ്ങനെ അതിന് ഗംഭീരമാണ് അച്ഛൻ. മമ്മി നേരെ ഓപ്പോസിറ്റും, ക്വൈറ്റ് സൈലൻറ്റ്, അത്രയൊന്നും കഥകളൊന്നും പറയാത്ത, അത്രയും ഇൻ്റർവ്യൂസ് ഒന്നും കൊടുക്കാത്ത ആളാണ്. അപ്പം രണ്ടിൻ്റെ മിക്സാണ് ഞാൻ. പിന്നെ സ്വാതന്ത്ര്യം അച്ഛനുണ്ട്, അതുകൊണ്ട് അത്രയും കോൺഫിഡൻസോട് പറയുന്നത്. നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ, ഐ ഡോണ്ട് മേക്ക് ഫൺ ഓർ ഐ ഡോണ്ട് ടോക്ക് അബൌട്ട് സമൺ ഹു ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത്, ഓർ ഹി ഷുഡ് ബി കംഫർട്ടബിൾ വിത്ത് മീ. അല്ലെങ്കിൽ ഞാനങ്ങനെ സംസാരിക്കത്തും കളിയാക്കത്തും കഥകളൊന്നും ഇല്ല. അതൊക്കെ അച്ഛനെ പറ്റും, നമുക്ക് പറ്റത്തില്ല. അതാ ഈ ആ കഴിവെങ്കിലും സ്കൂളിൽ കോളേജിലൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മറ്റേ കഥ പറഞ്ഞ് കഥ മെനയുക, അതൊക്കെ സ്കൂളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കംഫർട്ടബിൾ ഗ്യാങ്ങിലൊക്കെ ആണെങ്കിൽ ഓഫ്കോഴ്സ് കഥ പറയാനൊക്കെ ഇഷ്ടമാണ്, തമാശ പറയാനും. നമ്മളൊരു ബ്രേക്ക് ടൈം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സ്കൂളിലും കോളേജിലൊക്കെ ഇരുന്ന് കഥകൾ പറയുക, തമാശകൾ പറയുക. ചിലപ്പോൾ ടീച്ചർമാരൊക്കെ വന്ന് ഇടയിലൊക്കെ കേൾക്കും നമ്മളെ കഥകളും തമാശകളും. ആ സമയത്ത് അച്ഛൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കഥകളും ഷൂട്ടിംഗ് സെറ്റിൽ നടക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ. ഞാൻ ഹോസ്റ്റലിലാണ് വളർന്നത് ആക്ച്വലി, കൊച്ചിൻ, 10th സ്റ്റാൻഡേർഡ് വരെ. അപ്പം കുറച്ച് ടൈം ഉണ്ടാവും എല്ലാവരുടെ അടുത്തും മീറ്റ് ചെയ്യാനും
ജോക്സ് ഷെയർ ചെയ്യാനൊക്കെ. ആക്ച്വലി സിദ്ദിഖ് അങ്കിളുടെ മോൻ ഷഹീൻ സിദ്ദിഖ് എൻ്റെ ക്ലാസ്മേറ്റാണ്, നമ്മൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം വി ഹാവ് എ ലോട്ട് ഓഫ് കോമൺ സ്റ്റോറീസ്. ആ സമയത്ത് അച്ഛനും സിദ്ദിഖ് അങ്കിളും കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കും കുറേ തമാശകൾ നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെയും ഹോസ്റ്റൽ മേറ്റ്സിൻ്റെ കൂടെയൊക്കെ. ഈ മുകേഷ് കഥകൾ ബുക്ക് വായിച്ചിട്ടുണ്ടോ? വായിക്കേണ്ട കാര്യമില്ല, വീട്ടിൽ തന്നെ കഥ കേൾക്കുന്നതെന്നറിയാം. ബട്ട് സ്റ്റിൽ പുതിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് നല്ലത്. അതല്ല, ശ്രാവൺ വായിച്ചിട്ടുണ്ടോന്ന്? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. അത്രയും കുറേ ബുക്സ് ഉണ്ട് വായിക്കാൻ അല്ലാതെ എൻ്റെ എനിക്ക് മെഡിസിൻ രീതിയിൽ. അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ ബുക്ക് വായിച്ചിട്ടില്ല ഇതുവരെ വായിച്ചിട്ടില്ല. പക്ഷെ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഓഡിയോ ഉണ്ട്. അപ്പം അത് ഞാൻ കേൾക്കും. നല്ല തമാശകളുള്ള സ്റ്റോറീസ് ആണ്. ഭയങ്കര ഈ വീട്ടിൽ വരുമ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു, നിങ്ങളിപ്പം കൊച്ചിലാണെങ്കിലുണ്ടെങ്കിലും ഒരുമിച്ചുള്ള സമയത്തൊക്കെ അച്ഛൻ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പം അറിയാലോ, ഐ മീൻ ഒരു ഫോൺ കോളൊക്കെ അറിയാലോ, അന്താസുണ്ടോടാ രാത്രി. അത് അദ്ദേഹം തന്നെ സിനിമയിൽ അതെടുത്ത് യൂസ് ചെയ്യുന്നുള്ളതാണ്. ഈ നമുക്ക് നേരെ വന്നൊരു ട്രോള് തിരിച്ച് അത് വിറ്റ് കാശാക്കാന്ന് പറയില്ല, അതാണ് ചെയ്തത്. അത് തന്നെ അദ്ദേഹം സിനിമയിൽ അന്തസ് വേണടാ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം ഈ സീരിയസ് ആയിട്ടൊരു മനുഷ്യനാണോ ശരിക്കും വീടിനകത്ത്? 11 മണിക്ക് ശേഷം ഇതേപോലെയാണ്, സീരിയസ് ആണ്. അതിനു മുമ്പ് തമാശയും കഥ ഇതൊക്കെയാണ്. ഉറങ്ങുന്ന സമയത്ത് ഇതേപോലെ വിളിയോ അല്ലെങ്കിൽ സംസാരമൊക്കെ ആണെങ്കിൽ പുള്ളി സീരിയസ് ആണ്. അപ്പം നമ്മുടെ അടുത്തൊക്കെ ചോദിക്കും അന്തസ്സുണ്ടോടാ വിളിക്കുന്നത്. കാരണം എപ്പോഴും ഈ 1.5 hours ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ. ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ എടുക്കത്തില്ല. ചിലപ്പോൾ 11 o'clock കഴിയുമ്പോൾ എടുക്കത്തില്ല. ചിലപ്പോൾ അച്ഛൻ ഉറങ്ങിക്കാണും. പക്ഷെ സംടൈംസ് എനിത്തിങ് എമർജൻസി ഞാൻ വിളിക്കും അച്ഛനെ. 2-3 പ്രാവശ്യം ഇങ്ങനെ വിളിക്കുമ്പോൾ ഹലോ ഉറങ്ങി, മോനെ പറ, അങ്ങനെ അല്ലെങ്കിൽ തെറി പറഞ്ഞില്ല. അതിന് മുമ്പ് തന്നെ അച്ഛാന്ന് ഞാൻ പറയും, ഹലോ അച്ഛാന്ന് പറയും. അല്ലെങ്കിൽ നമ്പർ കാണാതെ ചിലപ്പോൾ വിളിച്ചാളെ എന്താ സ്വന്തോടാ. അതിന് മുമ്പ് ഞാൻ ഹലോ അച്ഛാന്ന് ഞാൻ പറയും. അതുകൊണ്ട് കുഴപ്പമില്ല. അത് കൊള്ളാം. ഈ നമുക്ക് 1-2 ഫാമിലിയുടെ ഒരു, ഇപ്പം ശ്രാവണിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഇപ്പം ബോർഡിങ്ങിൽ പഠിച്ചെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ശ്രാവൺ ബോർഡിങ്ങിലാണ് പഠിക്കുന്നതെന്ന് സരിതാണിയുടെ മുന്നേ നടന്ന ഒരു ഇഷ്യൂവിൻ്റെ ഒരു പ്രസ് മീറ്റിൽ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും അറിയുന്നത് മക്കളെ ബോർഡിങ്ങിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ അച്ഛൻ്റെ അമ്മയുടെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന ഇഷ്യൂസൊക്കെ ഒരു ചൈൽഡ്ഹുഡ് പ്രത്യേകിച്ച് അത് ബാധിക്കാതിരിക്കാനാണ് ബോർഡിങ്ങിലേക്ക് മാറ്റിയെന്ന് പറയുന്നത്. അപ്പം ആസ് എ സ്റ്റാർ കിഡ് അത് ശരിക്കും പറഞ്ഞ ഒരു ചൈൽഡ്ഹുഡിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ ശരിക്കും? ബോർഡിങ്ങിലേക്ക് മാറ്റി ഈ ഒരു ഇഷ്യൂസും അത് പിന്നീട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു, വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് തോന്നുന്നു ശ്രാവണിൻ്റെ ഒക്കെ ഒരു ടീനേജ് സമയത്തായിരിക്കും വീണ്ടും ഒരു പല പ്രസ് മീറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നു. അങ്ങനെ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് എല്ലാവർക്കും അത് തന്നെയല്ലേ. നമ്മള് ജസ്റ്റ് ഷോൺ ഔട്ട് ബിക്കോസ് അവർ പേരൻസ് ആർ സെലിബ്രിറ്റീസ്. അല്ലെങ്കിൽ എല്ലാവർക്കും അതേപോലെയാണ്. ഏത് പേരൻസിനും ഏത് ചൈൽഡിനും ദേ ഫേസ് ദ സെയിം പ്രോബ്ലം. ഈ സെപ്പറേഷൻ നല്ലതല്ലല്ലോ. സോ അത് നമ്മൾ പോർട്രേ ചെയ്ത് ബിക്കോസ് ഓഫ് സെലിബ്രിറ്റീസ് കുറെ കൂടി ആൾക്കാർ അറിയാവുന്നേ ഉള്ളൂ, അച്ഛനും അമ്മയും. പക്ഷേ ഇറ്റ് ഈസ് അത് വേറൊരു ഇതാണ്, വേറൊരു പാർട്ട് ഓഫ് ലൈഫാണ്. പക്ഷേ ദാറ്റ് മെയ്ഡ് അസ് സ്ട്രോങ്ങർ, ഐ ബിലീവ്. മെയ്ഡ് മീ ആൻഡ് മൈ ബ്രദർ കണ്ടു വളർന്നത് നല്ലതായിരുന്നു. മീൻസ് നല്ലതെന്നല്ല, മറ്റൊരു അർത്ഥത്തിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി, തീർച്ചയായിട്ടും ആക്കി. പിന്നെ രണ്ടുപേരും അവരുടെ രീതിയിൽ ട്രൈ ചെയ്തു. പിന്നെ അമ്മ ആസ് ഓൾവേസ് കൂടെ ഉണ്ടാവുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ ഐ ഡോണ്ട് ടേക്ക് എനിത്തിങ് നെഗറ്റീവ് ഫ്രം എനിവെയർ. ഐ ആം ദാറ്റ് കൈൻഡ്. അപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തായാലും പ്രശ്നം ഉണ്ടാവും, എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലും പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു. അതാണ് സ്ട്രോങ് ആയി മാറിയത്. പിന്നെ അതെന്തായാലും നമ്മളത് അയ്യോ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ there's nothing, we cannot do anything about it also. So leave that aside, focus. ആ സമയത്ത് I used to focus a lot. ലൈക്ക് അമ്മ പറയും മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ, അതർവൈസ് എൻ്റെ ഇൻട്രസ്റ്റ് സത്യം പറഞ്ഞാൽ വെറ്റിനറി സയൻസിലോട്ട് പോകാനായിരുന്നു. പിന്നെ ഞാൻ ന്യൂസിലൻഡിലായിരുന്നു. ആക്ച്വലി ഐ ഡിഡ് മൈ ഹൈ സ്കൂൾ ആൻഡ് ഐ ഡിഡ് എ ഡിഗ്രി ഇൻ ന്യൂസിലൻഡ്. ഐ വെന്റ് there to join വെറ്റിനറി സയൻസ് ഡോക്ടർ. അത് കിട്ടാത്തതുകൊണ്ടാണ് മെഡിസിൻ വന്നത്. എനിക്ക് സെക്കൻഡ് ഓപ്ഷനാണ് അവിടെ മെഡിസിൻ. അങ്ങനെ ആണ് ഞാൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത്. അതെന്താ അങ്ങനെ ഒരു താല്പര്യം വെറ്റിനറി? ഐ ലവ് പെറ്റ്സ് സിൻസ് ലോങ് ടൈം. ചൈൽഡ്ഹുഡ് തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സും ആനിമൽസും അങ്ങനത്തെ. അപ്പം ഐ ഡെവലപ്ഡ് എൻ ഇൻട്രസ്റ്റ് സ്റ്റഡി ഓഫ് വെറ്റിനറി. ഓക്കെ. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് കിട്ടിയില്ല. സാധാരണ തിരിച്ചാ പറഞ്ഞ നമ്മുടെ ഇവിടെ മെഡിസിൻ ട്രൈ ചെയ്ത് കിട്ടാത്തോണ്ട് ഞങ്ങള് മറ്റേ വെറ്റിനറിക്ക് പോയതാ പറഞ്ഞത്. ഇത് നേരെ ഓപ്പോസിറ്റ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരാൾ പറഞ്ഞേ.
ഇപ്പം ഈ ഇപ്പം സെപ്പറേറ്റഡ് ആണെങ്കിലും ഇപ്പം ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇപ്പം കരിയർ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴും അമ്മ തന്നെയാണോ ഡിസിഷൻ? ഇപ്പം വെറ്റിനറി അല്ലെങ്കിൽ MBBS എടുക്കുന്നു, അതൊക്കെ ഡിസിഷൻ മേക്കിംഗ് അച്ഛൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു? അതെ, അമ്മയുടെ കൂടെ ആയിരുന്നല്ലോ വളർന്നത്. ആ ഒരു ഡിസിഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അമ്മ തന്നെയായിരുന്നോ? ഡിസ്കഷൻ രണ്ടുപേരുടെയും, പക്ഷെ ഡിസിഷൻ അമ്മയാണ്. അമ്മയുടെ ഡിസിഷൻ എടുക്കും, പക്ഷെ ഡിസ്കഷൻ ഓഫ് കോഴ്സ് അച്ഛനെ അറിയും നമ്മളെ പറ്റി, നമ്മളും സംസാരിക്കും അച്ഛൻ്റെ അടുത്ത്, കാര്യങ്ങളൊക്കെ പറയും. നോർമലായിട്ട് നമ്മൾ നോർമലായിട്ടാണ് ലിവ് ചെയ്യുന്നത്. അതായത് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സംസാരിക്കുന്ന അതല്ല. നമ്മൾ വി ഡോണ്ട് തിങ്ക് ലൈക്ക് അത്രയും സെപ്പറേറ്റ് ആണ്, ഇങ്ങനെയാണ്, അങ്ങനെ ഒന്നും നമ്മൾ മനസ്സിൽ വെക്കാറില്ല, ഞാനും മിക്കും ബ്രദറും. ഓക്കെ ഓക്കെ, നൈസ്. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, അങ്ങനെയാണ് ജീവിക്കേണ്ടത്. തീർച്ചയായിട്ടും. ഈ അമ്മ, നമുക്ക് സുമതിയോളിലേക്ക് തിരിച്ചു തരാം. ഈ അമ്മ പടം കണ്ടിട്ട് എന്താണ് പറഞ്ഞത്? നമ്മൾ ദുബായിലാണ് കണ്ടത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇത്ര വില്ലനിസം വേണമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. കാരണം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് മമ്മിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കും, പക്ഷെ പടത്തിൽ കണ്ടപ്പോൾ വേറെ ഒരാൾ പോലെയായിരുന്നു. അപ്പം ഷി വാസ് ഹാപ്പി, ഓഫ് കോഴ്സ്. രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. ഡയറക്ടറിൻ്റെ കൂടെയാണ് കണ്ടത്. ഡയറക്ടറും അഭിലാഷ് ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു, അർജുനും ഉണ്ടായിരുന്നു, ബാലു ഉണ്ടായിരുന്നു. സോ ഷി വാസ് ഹാപ്പി. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇടയ്ക്കൊക്കെ ഞാൻ അമ്മേനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഷി വാസ് ഫീലിംഗ് പ്രൗഡ് ടു സീ ഹർ സൺ ഓൺ സ്ക്രീൻ. സോ ഐ വാസ് ഹാപ്പി. ഞാനും ഇടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന മമ്മീനെ, എങ്ങനെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടോ, കുഴപ്പമുണ്ടോ, അവർക്ക് എന്തൊക്കെ പെർഫോമൻസ് ചെയ്തിട്ടുള്ളതാണ് അച്ഛനും അമ്മയൊക്കെ. ഭയങ്കര പ്രശ്നമായി ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ. അപ്പം അങ്ങനെ കുഴപ്പമില്ല. അച്ഛൻ കാണും നാളെ മറ്റന്നാള് പടം. വിളിച്ചിരുന്നു മീൻറല്ലേ ഫസ്റ്റ് ഷോ കണ്ട് അച്ഛൻ വിളിക്കാൻ സംസാരിക്കാൻ പറ്റിയോ? പിന്നെ ഞാൻ പറഞ്ഞു ആ പടം സൂപ്പർ ഹിറ്റാണ് അച്ഛാ, പോയി കാണണത്. ചാറോ എന്നാ പിന്നെ കാണാം, എന്തായാലും കാണാന്ന് പറഞ്ഞു. കണ്ടിട്ട് പറയും. ഒരുമിച്ച് അച്ഛനോട് പോകുന്നുണ്ടോ ഈ പടം കാണാൻ വേണ്ടി? പോകുന്നുണ്ട്. ട്രിവാൻഡ്രത്താണ്. അപ്പം ഐ തിങ്ക് ഹീൽ വാച്ച് ഇറ്റ് ഇൻ ട്രിവാൻഡ്രം. ഇപ്പം ഇവിടെ വരുമ്പോൾ, ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? എങ്ങനെയാണ്? എറണാകുളത്ത് തന്നെ ആണോ സെറ്റിൽ ചെയ്തേക്കുന്നത്, അതെയോ എങ്ങനെയാണ്? അതേ കൊല്ലത്തായിരിക്കുമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ താമസിക്കുന്ന കൊച്ചിയിൽ തന്നെയാണ്. കൊച്ചിയിൽ നമുക്ക് വീടൊക്കെ ഉണ്ട്, അപ്പം കൊച്ചിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇടയ്ക്കൊക്കെ കൊല്ലത്ത് പോവും, കൊല്ലം, ട്രിവാൻഡ്രം, പക്ഷേ കൊച്ചിയാണ് ബേസ് ചെയ്യണം. കൊച്ചി ആൻഡ് ചെന്നൈ. ഓക്കെ. ഈ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും ഒരു നമ്മുടെ എല്ലാ കുരുത്തക്കേടിനും കൂട്ടം നിൽക്കുന്ന തലതെറിച്ചൊരു കസിൻ. അപ്പം അങ്ങനെ ഈ ദർശനാണോ കുടുംബത്തിലെ തലതെറിച്ചൊരു കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങളുടെ എല്ലാത്തിനും തലതെറിച്ച കസിൻ മാത്രമല്ല, തലതെറിച്ചാണ് ഒരു പേഴ്സൺ, ഹ്യൂമൻ ആണ്. എനിക്കറിയാം, ഡേഞ്ചറസ് ആണ്, ഡേഞ്ചറസ്. എനിക്കറിയാം, ഭീകരനാണ്, കൊടുംഭീകരൻ. ഈ നിങ്ങളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയുണ്ട് ശരിക്കും? നിങ്ങൾ പല മാനറസങ്ങളും എനിക്ക് ഞാൻ ദർശനമായിട്ട് ഫ്രീക്വന്റ് കോണ്ടാക്ട് ഉണ്ട്, സംസാരിക്കുമ്പോൾ എനിക്ക് എല്ലാവരുടെയും മാനറസൊക്കെ ചില സമയത്ത് എനിക്ക് സെയിം ആയിട്ട്, വളരെ സെയിം ആയിട്ട്, ഒരേ ബ്ലഡ് ആണല്ലോ ഫീൽ ചെയ്യും. നിങ്ങളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയാണ്? ആരുടെ മൂത്തത് ശരിക്കും നിങ്ങളിൽ? ദർശൻ തന്നെയാണ്. ദർശൻ തന്നെയാണ് മൂത്തത്. ഇങ്ങനത്തെ ഒരാൾ ജനിച്ചു കഴിഞ്ഞിട്ടാണ് ലിമിറ്റേഷൻസ് ദൈവം വെച്ചാ ഇത്രയും വേണ്ട, കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട്. അതായത് ഇതേപോലത്തെ ഒരു പീസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. മതി, ഒരു ജനറേഷന്റെ മതി അങ്ങനെ തോന്നുന്നു. പക്ഷെ നമ്മുടെ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചോയ്സ് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഐ വാസ് സ്റ്റഡിങ് ഇൻ കൊല്ലം. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ വീക്കെൻഡ്സ് ഒക്കെ ഓഫ് ഇടുന്ന സമയത്ത് ഞാൻ കൊല്ലത്ത് വരാറുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ബോണ്ടിങ് ആണ് അല്ലേ? ഇനി അടുത്ത ഇപ്പൊ തിരിച്ചു പോയി ജോലി ചെയ്യണമെന്ന് പറഞ്ഞു, ഇനി തിരിച്ചു പോകാനാണോ അത് അടുത്ത വേറെ ഓഫറിലൊക്കെ വന്നിട്ടുണ്ടോ? എങ്ങനെയാണ്? ഓഫേഴ്സ് വരുന്നുണ്ട്, പക്ഷേ ഐ എം ടെലിംഗ് ദം ടു സീ ദ മൂവി ഫസ്റ്റ്. സോ അത് ദേ ക്യാൻ അറ്റ്ലീസ്റ്റ് സീ മീ ആൻഡ് ദേ ക്യാൻ, ചിലപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് വേറെ ആയിരിക്കും. ഇഫ് ഹി ക്യാൻ ടേക്ക് അപ്പ് ദിസ് റോളോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ഐ ഓൾവേസ് ടെൽ ദം, ഈ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് പ്ലീസ് അത് വാച്ച് ഇറ്റ് ആൻഡ് ദെൻ വി ക്യാൻ മീറ്റ്. അപ്പം അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അത് ഒബ്വിയസ്ലി ഇത് കഴിഞ്ഞ ഉടനെ തിരിച്ചു പോകണം അങ്ങനൊന്നുമില്ല. ഐ എം ട്രൈങ് ദിസ്. നല്ല റോൾസ് ഒക്കെ വരുമ്പോൾ എന്താ എനിവേസ് ഐ വിൽ അക്സെപ്റ്റ് ആൻഡ് ഐ വിൽ ഡു. അങ്ങനെയാണ്. പിന്നെ ഇപ്പം ശ്രാവണിന്റെ ഒരു നമ്മൾ സ്വയം വിലയിരുത്താന്ന് പറയുമല്ലോ. ആസ് എൻ ആക്ടർ ഒരു പോരായ്മ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗുണം, പ്ലസ് പോയിന്റ്, നെഗറ്റീവ് എന്തായിരിക്കും സ്വയം എപ്പോഴും വിലയിരുത്തിയിട്ടുണ്ട്? അത് ആ സ്റ്റേജ് എത്തിയിട്ടില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒരു തുടങ്ങുന്ന സ്റ്റേജ് അല്ലേ. അപ്പോൾ ഐ കനോട്ട് സേ മച്ച് അബൌട്ട് വാട്ട് ഈസ് ഗുഡ് ആൻഡ് ബാഡ്, വിച്ച് നിങ്ങളാണ് പറയേണ്ടത് അത് കണ്ടിട്ട്.
പക്ഷേ എനിക്ക് ഐ തിങ്ക് എൻ്റെ ഇപ്പം മലയാളത്തിലാണെങ്കിലും മലയാളം ഡിക്ഷനും മലയാളം ലാംഗ്വേജ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. മാത്രമല്ലാതെ ബാക്കി ഐ ഹാവ് ടു ലേൺ കുറെ കൂടി. ഇപ്പം ഞാൻ ഐ എം നോട്ട് എക്സ്പെക്ടിങ് 1 night സ്റ്റാർ ഓ ഒറ്റ ദിവസം കൊണ്ട് വലിയൊരു സ്റ്റാർ അങ്ങനെ ഒന്നും ആവത്തില്ല. ആരും ഏത് ജോബാണെങ്കിലും അങ്ങനെ ആവത്തില്ല. നമ്മളും ഡോക്ടർ ഒറ്റ ദിവസം കൊണ്ടല്ലല്ലോ ആയില്ലല്ലോ. അപ്പം വിത്ത് എക്സ്പീരിയൻസ് യു വിൽ ഗെറ്റ് ബെറ്റർ. സോ ഐ ബിലീവ് ഐ വോണ്ട് ടു ഗോ ത്രൂ ദാറ്റ് എക്സ്പീരിയൻസ് ഇൻ സിനിമ ആസ് വെൽ. ഓ അങ്ങനെയാണ്. അപ്പം അങ്ങനെ എല്ലാം പഠിക്കാൻ പറ്റുന്ന സാധനമല്ലേ, എല്ലാം ദിവസം നടക്കുന്നത്. സോ ഐ ബിലീവ് ദാറ്റ്. അതോ ഒറ്റ ദിവസം കൊണ്ട് സൂപ്പറല്ലേ അങ്ങനൊന്ന് നമ്മൾ പറയാൻ താല്പര്യമില്ല. പഠിക്കണം, അത്രേ ഉള്ളൂ. ഈ നമ്മുടെ മറ്റേ പടത്തിലെ DQ പാടിയൊരു പാട്ടുണ്ടായിരുന്നല്ലോ, ആ പാട്ട് ഈ അടുത്ത കാലത്ത് ഒരുപാട് റീലുകൾ ട്രെൻഡിങ് ആയിട്ട് കയറി വരുന്നു. ഇത്ര വർഷത്തിന് ശേഷം എപ്പോഴും കണ്ടിരുന്ന കുറേ റീലുകൾ വരുന്നുണ്ട് ആ സാധനം. ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അത് നല്ല ടൈമാണെന്ന് വിചാരിക്കുന്നത്. കറക്റ്റ് എല്ലാം കൂടി അതുപോലെ എനിക്കത് ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ സമയത്ത് ഒരുപാട് ട്രോൾ പേജുകളിൽ വന്ന ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മീമാണ്. അതായത് മമ്മൂക്ക DQവിൻ്റെ ഒരു പടത്തിൻ്റെ പോസ്റ്ററും അതുപോലെ ഷെയർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് സാവന്റെ പറഞ്ഞിട്ട് ഓൾ ദ ബെസ്റ്റ് എന്ന് ഇട്ടു. അന്നേരം മറ്റേ ഈ മഹേഷിന്റെ പ്രതികാരത്തിൽ സൗബിൻ ഫഹദിനെ നോക്കണ പോലെ എന്നെ ഒന്നും ഇടില്ലല്ലേ ചോദിച്ചിട്ട് അത് ഒരുപാട് മീമ് ഒക്കെ ഷെയർ ആയി പോയതാണ്. ഇപ്പൊ മമ്മൂക്കായിട്ടൊക്കെ പിന്നീട് ഒരു റീ എൻട്രി സമയത്തോ അല്ലെങ്കിൽ ഒക്കെ കാണുകയോ ലാൽ സാർ ലാലേട്ടനൊക്കെ ആയിട്ടുള്ള ഒരു എന്തായാലും ഫാമിലി ഫ്രണ്ട്സ് ആണ്, അങ്ങനെ ഒരു കൂടിക്കാഴ്ചകൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ ഞാൻ കം ടു കൊച്ചിൻ ഐ മീറ്റ് മമ്മൂക്ക ആൻഡ് ലാലങ്കിൾ. ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോയി മീറ്റ് ചെയ്യും, സംസാരിക്കും. പിന്നെ അമ്മയും ഉണ്ടാവും. അപ്പം വി യൂസ് ടു ഗോ ആൻഡ് മീറ്റ് ടുഗെദർ ഒൺലി. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഈ പടം സുമതിയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ടെന്ന് ഞാൻ ആരുടെടുത്തും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് സർപ്രൈസ് ആയിട്ട് ഈ ഇടയ്ക്കാണ് മമ്മി ഐ തിങ്ക് ആൻറ്റിയുടെ അടുത്തും ലാലങ്ങളുടെ അടുത്തും എല്ലായിടത്തും പറഞ്ഞ് ഞാനിങ്ങനെ തിരിച്ച് അഭിനയിക്കാൻ പോവാണെന്നൊക്കെ. പക്ഷെ ഞാൻ ഫസ്റ്റായിട്ട് ഞാൻ സൈൻ ചെയ്തപ്പം ആരുടെ അടുത്തും പറഞ്ഞില്ല. നമ്മുടെ ക്ലോസ് ബഡീസും ഫ്രണ്ട്സും അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല. അത് കാരണം അത്രയും സന്തോഷമായിരുന്നു. അത് ആക്ച്വലി എനിക്ക് ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അക്സെപ്റ്റ് ചെയ്യണം, എല്ലാം ഓക്കെ ആണോ, പ്രൊഡ്യൂസർ അക്സെപ്റ്റ് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് മെയിൻ അക്സെപ്റ്റൻസ് അമ്മ. അതെ. അപ്പം അമ്മ കൂടി ഓക്കെ നൈസ് എന്ന് പറഞ്ഞ അഭിലാഷിൻ്റെ അടുത്ത് പറയുമ്പോഴായിരുന്നു ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ദീപാവലി ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ദീപാവലിക്ക്. നമ്മൾ ഈ ടൈമിൽ ഫുൾ എപ്പോഴും നമ്മൾ ഇന്ത്യയിൽ വരത്തില്ലല്ലോ, ഇറ്റ് വാസ് നോട്ട് ഹോളിഡേ സീസൺ. അപ്പം ഞാൻ ഈ ദീപാവലി സെലിബ്രേറ്റ് ചെയ്തിട്ട് തന്നെ കുറേ വർഷങ്ങളായി. സോ ലാസ്റ്റ് ഇയർ വാസ് ദ ദീപാവലി വിച്ച് ഐ സ്പെൻഡ് ആഫ്റ്റർ ലൈക്ക് 10 to 12 years. അപ്പം അങ്ങനെ ഞാൻ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അഭിലാഷനെ വിളിച്ചു പറയുന്നേടാ അമ്മയടുത്ത് ഞാൻ സംസാരിച്ച് അമ്മ ഓക്കെ എന്ന് പറഞ്ഞ് ആണോ ഓക്കെ എന്ത് ചെയ്യുന്നു പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ കുറച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാ പട്ടിക്കായി ഇവിടെ വന്നു. അങ്ങനെ ഞാൻ ആ പടക്കം എടുത്തുകൊണ്ട് പോയി അഭിലാഷന്റെ വീട്ടിൽ പൊട്ടിച്ച് എൻജോയ് ചെയ്ത ആ ദിവസം. സോ ഇറ്റ് വാസ് നൈസ്, ഹാപ്പി മൂമെന്റ്. അങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ഒരു കാര്യത്തിലേക്ക് കടക്കാനുള്ളത് കല്യാണം, പ്രണയം, അതിനൊക്കെയുള്ള സമയമായല്ലോ. എന്താണ് ആ ഒരു മേഖലയെ പറ്റി പറയാനുള്ളത്? കല്യാണം പടം അത് പടം അതെനിക്കറിയാം. കല്യാണം കഴിക്കേണ്ട സമയമായിരിക്കുന്നു. എന്താണ് പ്രണയം? അല്ല എന്താണ് പ്രണയം? അല്ല അങ്ങനല്ല, ശ്രാവണിന്റെ പ്രണയം എന്താണ്, അതാണ് ചോദിച്ചത്. അല്ല കല്യാണം കഴിക്കുന്ന സമയം വേണേ നമുക്ക് ദർശനം കൂടെ എടുത്തിട്ട് ദർശനെ കൊണ്ട് എന്തെങ്കിലും കഥ പറയിക്കാം, പ്രണയത്തിനെ പറ്റിയോ വേറെ കഥകളെ ഗേൾഫ്രണ്ടിനെ പറ്റി പറയിക്കാം. ദർശനം ഇരിക്കുന്നുണ്ട്, ദർശനം എന്തോ പറയാനുണ്ടെന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു എനിക്ക്. പുള്ളി ഇല്ലാത്ത കാര്യങ്ങൾ പറയും. വേറെ ഇതാണ് ഇത്, അച്ഛൻ്റെ പോലെ തന്നെയാണ്, വേറെ കഥകളൊക്കെ ഇറക്കും. ഉള്ളതായിരിക്കും. ഏയ് അച്ഛൻ്റെ ഏത് കഥകളാ ഉള്ളത്? 90% ഉണ്ടാക്കുന്നത് 100% ഉണ്ടാക്കും. അങ്ങനെയല്ല കല്യാണം ഒബ്വിയസ്ലി അച്ഛനും അമ്മയും ഇങ്ങനെ പറയുന്നുണ്ട് കഴിക്കണം. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ എനിക്കൊരു എൻ്റെ മൈൻഡ് സെറ്റ് ഒന്നും കുറച്ച് ഐ എം വർക്കിംഗ് ഹാർഡ് ഓൺ ദിസ് നൗ എന്ന് വെച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടല്ല, ഒരു മേ ബി 1 or 2 years ഹോപ്പ്ഫുള്ളി അമ്മ അച്ഛൻ്റെ സപ്പോർട്ട്, അച്ഛൻ്റെ ഒഡീസേ അവർ പറയണം ആരാണ് കല്യാണം കഴിക്കണം ഇങ്ങനെയാണ് അവരുടെ ഡിസിഷൻ അനുസരിച്ച്. പക്ഷേ മേ ബി 1 or 2 years കല്യാണം കഴിക്കാം. ഈ പ്രണയം ഉണ്ടായിട്ടുണ്ടോ, ഇപ്പോൾ ഉണ്ടോ, സിംഗിളാണോ, എന്താണ് ആ ഒരു ഏരിയ? നീ വിടില്ലടേ, സെഗ്മെന്റ് ആണോ ഇങ്ങനെ ചോദിക്കുന്നത്? കട്ടിയിട്ട് മുറിച്ചെനിക്ക് വിൽക്കണം അങ്ങനെ അല്ല, സിംഗിൾ ബട്ട് നോട്ട് റെഡി ടു മിങ്കിൾ പോലെയാണ്. ഐ എം ഫോക്കസ്ഡ് ഓൺ ദിസ്. പ്രണയം ഉണ്ടായിട്ടില്ല? ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. അല്ല ഒരുപാടുണ്ടല്ലോ. ഒരുപാടൊന്നുമില്ല, ഒബ്വിയസ്ലി ലൈഫ് അല്ലേ,
1 or 2 ഉണ്ടാവും എന്തായാലും. അതിനകത്തൊന്നും കുറേ പഠിച്ചു. ശരിക്കും പ്രണയിച്ച കല്യാണം കഴിക്കണം തന്നെയാണോ ആഗ്രഹം, അതെയോ ഇനി അച്ഛനും അമ്മയും പറയുന്ന ഒരു കുട്ടിയെ കെട്ടണം എന്നാണോ? എന്താണ്? എന്താണെങ്കിലും കല്യാണം നല്ലതായിട്ട് ഇരുന്നാൽ മതി. മാരേജ് ലൈഫ് ഷുഡ് എങ്ങനെയാണ് സമാധാനമായിട്ട് ഇരുന്നാൽ മതി. ലവ് ആണോ എന്താണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അതിലോട്ടാണ് കുറെ കൂടി. ഷുഡ് ബി ഹാപ്പി മാരീഡ് ലൈഫ്. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എന്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ അഭിനയിച്ച ആരോടും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇപ്പം സൈൻ ചെയ്തു ആരോടും പറഞ്ഞില്ല, കുറച്ച് പേരിൽ മാത്രം ഒതുക്കി നിർത്തുകയാണ് ചെയ്തത്. അപ്പം തിരിച്ച് അഭിനയിച്ചതിന് ശേഷമൊക്കെ ഇപ്പോൾ സുമതിയുള്ളവ് വരുന്നു. അപ്പം പിന്നീട് പുറത്ത് പല ഫോട്ടോസിൽ നിന്നൊക്കെ ശ്രാവൺ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പം കൂടെയുള്ള ആൾക്കാരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇത് റിലീസാവുന്നു. ഇതിൻ്റെ റിലീസുകൾ കുറച്ചധികം തവണ മാറി, 1-2 തവണ ഇത് മാറിയായിരുന്നു, റിലീസ് ഡേറ്റ് മാറിയായിരുന്നു. അപ്പോൾ ഈ അഭിനയിക്കാൻ ചെയ്തു എന്നത് റിലീസായിട്ടുമില്ല, പുറത്ത് പറയാനും പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഷെയർ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ആരെല്ലാം അറിഞ്ഞൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? അത് ഞാനിപ്പം ഇത് 86 days ഷൂട്ട് ഉണ്ടായിരുന്നു സുമതി വളവിൽ. അപ്പം അതിനകത്ത് ഏകദേശം പകുതി ദിവസങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജോലിയിൽ നിന്ന് കുറച്ച് ലീവ് എടുത്തിട്ടാണ് ഞാൻ ഷൂട്ടിങ്ങിന് പോയത്. അപ്പം ജോലി ചെയ്യുന്ന സമയത്ത് ഐ യൂസ് ടു ഗോ ദെയർ, വി പ്ലേ സ്പോർട്സ്. അപ്പോൾ കുറേ ചേട്ടന്മാരും ആൾക്കാരൊക്കെ വന്ന് നമ്മളൊരു അതൊന്നൊരു ഗെറ്റ് ടുഗദർ ടൈമാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് മെഡിക്കലിനെ പറ്റി കുറേ സംസാരിക്കാൻ വേണ്ടി അവരിങ്ങനെ ചോദിക്കും, മോനെ ഈ ഡിസീസ് ഈ മരുന്ന് കറക്റ്റാണോ, ഇങ്ങനെയൊക്കെ കുറേ മെഡിക്കൽ സാധനങ്ങൾ ചോദിക്കും. അപ്പം എല്ലാം പ്രാവശ്യം ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ കുറേ പുതിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ റിലേറ്റഡ്. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ് 3 മാസമായിട്ട് നിന്നെ കണ്ടില്ലല്ലോ, എന്ത് പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ ഞാൻ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, ഞാൻ ഒരു പടം ചെയ്തിട്ട് വന്നത്. ഏത് പടമാണ്? സുമതി വളവ്. ഓക്കെ, എപ്പോഴാണ് ഇറങ്ങുന്നത്? മെയ് ഇറങ്ങുന്നുണ്ടോ? ഓ കൺഗ്രാറ്റ്സ്. പിന്നെ ആ പടത്തിനെ പറ്റിയായിരുന്നു എല്ലാ ദിവസവും ചോദിക്കുന്നത്, എന്തൊക്കെ എൻ്റെ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ. പിന്നെ മെയ് എന്ന് കുറച്ച് മാറിയപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഡിലേ ഉണ്ട്, മഴയും ഇതൊക്കെ ജൂൺ മഴയൊക്കെ അല്ലേ, കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാവും. ആണോ, ഓക്കെ ശരിയാണ്. കുറച്ച് 2-3 പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എന്ത് പറ്റി, അസുഖമൊന്നും ഇല്ലേ? ഇപ്പോൾ സാധാരണ കുറേ പ്രാവശ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. പുള്ളിക്ക് ഒരു ഷോക്ക് കിട്ടിയിട്ടേ സംസാരിച്ചു പോലും ഇല്ല എൻ്റെ അടുത്ത്. ഈയിടയ്ക്കാണ് ഞാൻ പറഞ്ഞത് August 1 ഞങ്ങൾ കാണാം കണ്ടിട്ട് പറയാന്ന് പറഞ്ഞു. പ്ലീസ് പാവാ. പക്ഷേ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നടന്നായിരുന്നു. എന്തായാലും ഇതുപോലെ തന്നെ ഒരു 2ാം വരവ് ഗംഭീരമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോട്ടെ. സിനിമ അതുപോലെ തന്നെ പോകുന്നുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ലവ് ആൻഡ് റിവഞ്ച്, ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി.